ഇത് സങ്കടം താങ്ങാനേ പറ്റുന്നില്ല. കുറച്ചുകൂടി താങ്ങാൻ പറ്റുന്നില്ല. എന്റെ ചങ്ങ് പൊട്ടിപ്പോവാതെ. മനസ്സിൽ കുറച്ചെങ്കിലും കരുണ അവശേഷിക്കുന്നവരുടെ ഉള്ളുലയ്ക്കുന്നതാണ് ഈ വാക്കുകൾ. അധികാരത്തിന്റെ ആനുകൂല്യം മറയാക്കി രാഹുൽ മാങ്കൂട്ടത്തിൽ MLA നടത്തിയ ക്രൂരപീഡനത്തിൽ യുവതി കടന്നുപോയ മാനസിക സമ്മർദ്ദത്തിന്റെയും നിസ്സഹായതയുടെയും നേർസാക്ഷ്യം. യുവതിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് ഇന്ന് രജിസ്റ്റർ ചെയ്ത FIRലും തെളിയുന്നത് കണ്ണിൽ ചോരയില്ലാത്ത ക്രൂരത. യുവതിയെ തിരുവനന്തപുരത്തും പാലക്കാടും വെച്ച് രാഹുൽ പീഡിപ്പിച്ചു. ഗർഭിണിയായിട്ടും പീഡനം തുടർന്നു. നഗ്നദൃശ്യങ്ങൾ പകർത്തുകയും ഗർഭചിത്രത്തിന് വിസമ്മതിച്ചപ്പോൾ ഇവ പരസ്യപ്പെടുത്തുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. ഡോക്ടറെ പോലും കാണിക്കാതെ അശാസ്ത്രീയമായി ഗർഭചിത്രം നടത്താൻ സുഹൃത്തും രണ്ടാം പ്രതിയുമായ ജോബി മുഖേന മരുന്ന് എത്തിച്ചെന്നും ഇത് കഴിച്ചെന്ന് വീഡിയോ കോൾ ചെയ്ത് ഉറപ്പാക്കിയെന്നും ഉൾപ്പെടെ കുറ്റകൃത്യങ്ങളുടെ പട്ടിക നീളുന്നു. ജീവപര്യന്തം ശിക്ഷ വരെ ലഭിക്കാവുന്ന കുറ്റങ്ങൾ രാഹുലിനെതിരെ ചുമത്തിയ പോലീസ് പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ച് പരമാവധി തെളിവുകൾ സമാഹരിക്കാനുള്ള ശ്രമത്തിലാണ്. ഇതിന്റെ ഭാഗമായി അതിജീവിതയുടെ രഹസ്യമൊഴിയെടുത്തു. വിവാദം തുടങ്ങിയതു മുതൽ പരാതി എവിടെയെന്ന് ആവർത്തിച്ച് ചോദിച്ചിരുന്ന രാഹുൽ പരാതി കിട്ടിയതു മുതൽ കാണാമറയത്താണ്. ഇന്നലെ വൈകിട്ട് 5:45 ഓഫായ രാഹുലിന്റെ ഫോൺ ഇന്ന് രാവിലെ 7:30 ഓണായെങ്കിലും മണിക്കൂറുകൾക്കകം വീണ്ടും ഓഫായി. വിദേശത്തേക്ക് കടക്കാനുള്ള സാധ്യത കണക്കിലെടുത്ത ലുക്കൌട്ട് നോട്ടീസ് പുറത്തിറക്കിയിരിക്കുകയാണ് പോലീസ്. അറസ്റ്റ് ഉറപ്പായതോടെ ആരോപണങ്ങൾ രാഷ്ട്രീയ പ്രേരിതമാണെന്ന തൊടുന്യായവുമായി മുൻകൂർ ജാമ്യം തേടി രാഹുൽ കോടതിയെ സമീപിച്ചു. അതിനിടെ രാഹുലിനെതിരെ CPIM BJP പ്രതിഷേധം തെരുവിൽ കത്തിപ്പടരുന്നതും കേരളം ഇന്ന് കണ്ടു. വിഷയത്തിൽ ഇരയ്ക്കോ വേട്ടക്കാരനോ ഒപ്പമെന്ന് കൃത്യമായി പറയാനാകാത്ത ധർമ്മസങ്കടത്തിൽ തുടരുകയാണ് കോൺഗ്രസ്. രാഹുലിന്റെ സസ്പെൻഷൻ ബോധ്യങ്ങളിൽ നിന്നെടുത്ത തീരുമാനമെന്ന് VD സതീശനും രാഹുലിനെ കടന്നാക്രമിച്ച് രാജ്മോഹൻ ഉണ്ണിത്താനും നിലപാട് വ്യക്തമാക്കി. എന്നാൽ അതിജീവിതയെ അധിക്ഷേപിച്ചും രാഹുലിനെ സംരക്ഷിച്ചുമാണ് UDF കൺവീനർ അടൂർ പ്രകാശിന്റെയും പാലക്കാട് DCC പ്രസിഡന്റ് A തങ്കപ്പന്റെയും പ്രതികരണം. കേരളം മുഴുവൻ എരമ്പി വന്നാലും, ഞാൻ പറഞ്ഞു അറബിക്കടൽ പോലെ എരമ്പി വന്നാലും ബോധ്യങ്ങളിൽ നിന്നെടുത്ത തീരുമാനത്തിൽ മാറില്ല നിലപാട്. ഒളിഞ്ഞും തെളിഞ്ഞും അദ്ദേഹത്തെ ആരൊക്കെയാണോ കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് സഹായിച്ചത് അവരെല്ലാം അവരുടെ നിലപാടുകൾ മാറ്റി ചിന്തിക്കണം. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു ഇരയെ കിട്ടിയിരിക്കുന്നു. ആ ഇരയെ മുതലാക്കിക്കൊണ്ട് മാർക്സിസ്റ്റ് പാർട്ടി മുമ്പോട്ട് പോകാൻ തീരുമാനിച്ചിട്ടുണ്ട്.